വാതിലടഞ്ഞൊരു സുഖമേ ഇനി നിൻ മുഖമെങ്ങനെ കാണും. ദൂരെ മറഞ്ഞൊരു കുയിലേ ഇനി നിൻ മൊഴി എങ്ങനെ കേൾക്കും. ശ്രീപാർവതി, നീ എന്തിനാ ഇത് ഈ നെഞ്ചോട് ചേർത്ത് ഇങ്ങനെ വച്ചിരിക്കുന്ന? എന്താ സാറെന്താ ചോദിച്ചാൽ എനിക്ക് മനസ്സിലായില്ല. ഞാൻ കെട്ടിയ താലി എന്തിനാ ഇങ്ങനെ ചേർത്ത് വെച്ചിരിക്കുന്നേന്ന്? അയ്യോ എൻ്റെ മഹാദേവ, നമ്മളിത് എങ്ങോട്ടൊക്കെയാണ് നോക്കുന്നത്? ഞാനത് ഒളിപ്പിച്ച് വെച്ചിരുന്നതല്ലേ. സാറിനെ പറ്റി ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചില്ല. ഇങ്ങനെയാണെന്നോ? ഡി കൊപ്പെ, നീ എന്തൊക്കെയാ ഈ പറയുന്ന? ഞാൻ അങ്ങോട്ട് നോക്കിയില്ല. അവിടെ കിടന്ന് തുള്ളി മറിഞ്ഞപ്പോൾ ആലോചിക്കണമായിരുന്നു ഇങ്ങനെ സ്വെറ്റ് ചെയ്യുമ്പോൾ അകത്തുള്ള എല്ലാം പുറത്ത് കാണുമെന്ന്. നാണം കേട്ടു. അത് വിട്. നിൻ്റെ അടുത്ത് ഞാൻ അന്ന് ഞാൻ ഇത് ഊരി അവിടെ വെക്കാൻ പറഞ്ഞല്ലേ, നീ എന്താ ചെയ്യാത്തത്? അത് അന്ന് ഞാൻ ഊരാൻ പോയപ്പോൾ പോറ്റി പറഞ്ഞു അന്ന് ഞാൻ ഊരിയ അത് ആപത്താണെന്ന്. അന്നൂരി ആപത്തെന്നോ? ആർക്ക് ആപത്തെന്നാ പറഞ്ഞത്? അത് പിന്നെ സാറെന്തിനാ എന്നോടിങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന? സാറല്ലേ കിട്ടിയത് എൻ്റെ പെർമിഷൻ ഇല്ലാതെ. അപ്പോൾ സാറ് എന്നെ വേണമെങ്കിൽ അത് അയച്ചു മാറ്റിക്കോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നീ പറഞ്ഞ ശരിയാ. ഒരു കാര്യം ചെയ്, നാളെ നീ വൈകുന്നേരം അമ്പലത്തിൽ വരണം. അമ്പലത്തിലോ? എന്തിനി? അവിടെ വെച്ചല്ലേ ഞാൻ കെട്ടിയ, അവിടെ വെച്ച് തന്നെ ഞാൻ തയ്ച്ചു മാറ്റിക്കോളാം. ശരി. തൽക്കാലം ഏതെങ്കിലും ഫാൻ ഓഫാക്കി നീ അതിൻ്റെ മൂടി ചെന്നിരിക്കും. ഈ സ്വെറ്റൊക്കെ മാറുമ്പോൾ താലി താനേ മറഞ്ഞോളും. അല്ലെങ്കിൽ നിൻ്റെ പേടിത്തൊണ്ടൻ സഞ്ജയ് സാറിന് മറുപടി കൊടുക്കേണ്ടി വരും. സഞ്ജോട്ടൻ പേടിത്തൊണ്ടാണെന്ന് സാറിനോട് ആരാ പറഞ്ഞ? നിൻ്റെ അമ്മാവൻ്റെ മുന്നിൽ നിന്ന് മുട്ട് വരയ്ക്കുന്നത് ഞാൻ കണ്ടതല്ലേ. അവൻ പേടിത്തൊണ്ടൻ തന്നെ, അതെനിക്കന്ന് മനസ്സിലായി. അത് പേടി കൊണ്ടൊന്നുമല്ല. ബഹുമാനം കൊണ്ട് ആരെങ്കിലും മുട്ട് വരയ്ക്കോ? ഒന്ന് പോടി. സഞ്ജോട്ടൻ സാർ വിചാരിക്കുന്ന പോലെയല്ല. സാർ ഭയങ്കര ധൈര്യശാലിയാണോ? എനിക്ക് നിൻ്റെ സഞ്ജോട്ടനേക്കാളും ധൈര്യമുണ്ട്. എനിക്ക് ഒരമ്മാവനും പേടിയുമില്ല. ശരി, അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഈ കെട്ടിയ തലി എൻ്റെ വീട്ടിൽ വന്ന് ഊരി എടുത്തിട്ട് പൊക്കോ. അവിടെ അമ്മാവനുണ്ടല്ലോ. സാറിന് പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്, അപ്പം ഞാൻ സമ്മതിക്കാം. ശ്രീപാർവതി, വെറുതെ തീയുമായിട്ട് കളിക്കാൻ നിൽക്കണ്ട. എന്നെ നിനക്ക് ശരിക്കും അറിയില്ല. എന്താ സാർ ഡയലോഗ് അടിച്ച് സബ്ജക്റ്റ് മാറ്റാൻ നോക്കുകയാണോ? സാറും പേടിത്തൊണ്ടൻ തന്നെയാണ്. കോൺസ് തരോടി നിനക്ക് ഞാൻ. മിണ്ടാതെ പോകുന്ന കണ്ടില്ലേ? ഇയാളാ എൻ്റെ സഞ്ജോട്ടിനെ കുറ്റം പറയാൻ നിൽക്കുന്ന. ഇയാളാ ശരിക്കും പേടിത്തൊണ്ടൻ. ഇതിപ്പോൾ 1/2 മണിക്കൂറായിട്ട് ട്രൈ ചെയ്യുവാണല്ലോ. ഇങ്ങോട്ടെന്താ എനിക്ക് കിട്ടാത്ത? ആഹാ, ഇവിടെ വന്ന് ഒറ്റയ്ക്കിരുന്ന് പ്രാക്ടീസ് ചെയ്യുവാണോ താൻ? അല്ല, ഞാൻ കുഞ്ഞിന് പാൽ കൊടുത്തോണ്ടിരിക്കുക. കുഞ്ഞോ? എന്താ ഇയാൾ കുഞ്ഞെന്നൊക്കെ? സാറായിരുന്നോ? സാറെന്താ ഇവിടെ? ഞാൻ വേറെ ആരോന്നൊക്കെ കരുതി. സോറി. ശരി. മീനു, നിന്റെ നാക്ക നിന്നെ എപ്പോഴും ഇങ്ങനെ ചതിക്കുന്ന. പ്രാക്ടീസൊക്കെ എങ്ങനെ പോകുന്നു? സാരത ചോദിക്കാനാണോ ഇവിടെ വരെ വന്നത്? മീനു, തനിക്ക് എന്നോട് ദേഷ്യമുണ്ടോ? അന്ന് തൻ്റെ ഫീലിങ്സിനെ ഞാൻ റിജക്റ്റ് ചെയ്തതിന്? ഹേയ്, സാർ അതൊക്കെ ഇപ്പോഴും മനസ്സിൽ വെച്ച് നടക്കുകയാണോ? അന്ന് ഞാൻ ഫസ്റ്റ് ഇയർ അല്ലേ, എനിക്ക് അന്ന് അറിയില്ലായിരുന്നല്ലോ. ഇപ്പൊ കുഴപ്പമില്ല. അപ്പോൾ താനെന്ന് അറിയാതെ പറഞ്ഞാണോ? പിന്നല്ലാണ്ട് എനിക്കന്ന് എന്തോ അറിയായിരുന്നോ. അന്ന് ഒരു അട്രാക്ഷൻ തോന്നി വന്ന് പറഞ്ഞു. സാറ് റിജക്ട് ചെയ്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. പിന്നെ ഞാനതങ്ങ് വിട്ടു. ഇപ്പോൾ എൻ്റെ മനസ്സ് ഞാൻ പറഞ്ഞാൽ കേൾക്കും, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഓക്കെ, പ്രാക്ടീസ് ചെയ്തോ? ഞാനും പ്രാക്ടീസ് ചെയ്യാൻ പോവാം. എന്തിനാ സാർ ഒന്നും അറിയാത്ത പോലെ എൻ്റെ അടുത്ത് സംസാരിക്കുന്നത്? ഞാൻ ഇപ്പോഴും നിങ്ങൾ ഒളിഞ്ഞു നിന്ന് വായി നോക്കുന്ന കാര്യം നിങ്ങൾക്കറിയാം. എല്ലാം അറിഞ്ഞു വെച്ചിട്ട് എന്നോട് എന്തിനാ ഈ പൊട്ടം കളി? നിങ്ങളുടെ സിറ്റുവേഷനൊക്കെ എനിക്കറിയാം. പാറുവിനെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ ഒക്കെ എനിക്കറിയാം. പക്ഷേ എന്നെ എന്തിനാ നിങ്ങളിങ്ങനെ അവോയ്ഡ് ചെയ്യുന്ന കാര്യം മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. പാറുവിനെ പോലെ തന്നെയും വെറുതെ ഇല്ലാത്ത ന്യായങ്ങളൊന്നും സാർ ഉണ്ടാക്കണ്ട. അങ്ങനെയായിരുന്നെങ്കിൽ സാറ് പാറുവിനെ പോലെ എന്നെയും ചേർത്ത് പിടിക്കില്ലായിരുന്നു അല്ലേ? ഞാനിപ്പോൾ ചേർത്ത് പിടിച്ചാൽ താൻ എൻ്റെ കൂടെ ഉണ്ടാവോ? ഏത് സിറ്റുവേഷൻ വന്നാലും എൻ്റെ കൂടെ ധൈര്യമായിട്ട് നിൽക്കാൻ തനിക്ക് പറ്റുമോ? പരസ്പരം ഇഷ്ടപ്പെടുമ്പോൾ ഈ ധൈര്യമൊക്കെ താനേ വരുന്ന ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എൻ്റെ വീട്ടുകാരെ തനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ? സാറിൻ്റെ അമ്മയൊക്കെ എനിക്ക് കുഴപ്പമില്ല. പക്ഷെ അച്ഛൻ ആ പാറുവിനെ ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ സത്യം പറയാമല്ലോ, എൻ്റെ അടുത്ത് എങ്ങനെയാണ് അയാൾ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഈ ഭൂമി വിട്ട് അയാൾ എപ്പോഴേ പോയേനെ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹം കുറച്ചു കാലം കൂടെ ജീവിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് അന്ന് ഞാൻ നിൻ്റെ പ്രപ്പോസ് അക്സെപ്റ്റ് ചെയ്യാതിരുന്നത്. അപ്പോൾ സാറിന് എന്നെ ശരിക്കും ഇഷ്ടമായിരുന്നോ? ഞാൻ ഇത്ര നേരം പറഞ്ഞതിൽ നിനക്കെന്താ മനസ്സിലായത്? ഞാൻ പോവാ, എനിക്ക് പ്രാക്ടീസ് ഉണ്ട്. ഹൗ ഡാർ യു ടു ചലഞ്ചിങ് മീ പാർവതി? ഇനി ഉണ്ടാവാൻ പോകുന്ന ഒന്നിനും ഞാൻ ഉത്തരവാദിയല്ല. നീയായിട്ട് എന്നെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുന്നത്. ഐ എം സോറി.
മീനു, എനിക്ക് ഒരു കാര്യം കൂടെ തൻ്റെ അടുത്ത് പറയാനുണ്ട്. നമ്മൾ പരസ്പരം ഇഷ്ടപ്പെടുന്നതൊക്കെ ശരിയാണ്, പക്ഷേ എൻ്റെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എൻ്റെ പാറൂട്ടി അവൾക്കൊരു നല്ലൊരു ലൈഫ് ഉണ്ടാവണം. എനിക്ക് മാത്രമേ. സാറിൻ്റെ അല്ല, എൻ്റെയും കൂടെ ആഗ്രഹം അതാ. അവൾ ഹാപ്പി ആയിട്ടിരുന്ന പിന്നെന്താ, ഞാൻ എത്ര കാലം വേണമെങ്കിലും അതിനു വേണ്ടി വെയിറ്റ് ചെയ്തോളാം. ഓക്കെ അല്ലേ? എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കാര്യമോ നിങ്ങളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എൻ്റെ അടുത്തൂടെ പറ. ഏയ്, നീ ലൈബ്രറിയിൽ പോയി നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു എന്നാ സാറിൻ്റെ അടുത്ത് പറഞ്ഞ. നീ വന്നോ? ആ പാറു, എന്നാൽ നമുക്ക് പോവാം. ആ, പോ ചന്ദേട്ടാ. അപ്പം മീനു, നമുക്ക് നാളെ കാണാം. ബൈ. ബൈ ഡി. ഞാനൊന്നും അറിയുന്നില്ലെന്ന രണ്ടിൻ്റെയും വിചാരം. അല്ല, ശിവസാറ് പോയില്ലേ? ഞാൻ കരുതി നേരത്തെ പൊക്കാണോ എന്ന്. ഇല്ല, എനിക്ക് ഓഫീസിൽ കുറച്ച് പേപ്പർ വർക്ക് കൂടെ ബാക്കിയുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ പോയില്ലേ ഇതുവരെ? ഇല്ല, പാറു ലൈബ്രറിയിലായിരുന്നു. നമ്മൾ ഇറങ്ങുക. ശരി എന്നാ. വെയിറ്റ് ആൻഡ് സീ. വാതിലടഞ്ഞൊരു സുഖമേ, ഇനി നിൻ മുഖമെങ്ങനെ കാണും? ദൂരെ മറഞ്ഞൊരു കുയിലേ, ഇനി നിൻ മൊഴി എങ്ങനെ കേൾക്കും? നീ പെയ്തു തീരാത്ത മഴയോ, നീ എന്നെ എന്തോ ഒരു പശകുള്ള പോലെ. നീ ഇല്ലെങ്കിൽ ഞാനോ, ഞാനില്ലെങ്കിൽ നീയോ ഇല്ല എന്നുള്ള തിരിച്ചറിവാണ് യഥാർത്ഥ പ്രണയം. എൻ്റെ മഹാദേവ, എങ്ങനെയാ നിനക്ക് പാർവതിക്ക് വേണ്ടി ഇത്രയും നല്ല വരികൾ പറയാൻ പറ്റിയേ? ഓ മൈ ഗോഡ്, ഇവളെന്ത് കിടയായി കിടക്കുന്നേ. ഓരോ പ്രാവശ്യം ഈ മഹാദേവൻ്റെ കഥകളൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ഉള്ളുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കാറുണ്ട്. ആ പാർവതി ഞാനായിരുന്നെങ്കിൽ ഒരിക്കലെങ്കിലും. അതിനെന്താ, എൻ്റെ പാർവതിയായിട്ട് നീ അങ്ങ് ജീവിച്ചോ. ഞാനും ഒരു മഹാദേവനല്ലേ. സാറെന്താ എൻ്റെ ബെഡ്റൂമിൽ? ആരെങ്കിലും കണ്ട എൻ്റെ ഈശ്വര, അമ്മാവനെങ്ങാനും അറിഞ്ഞ. നീയല്ലേ എന്നെ വിളിച്ചു വരുത്തിയത്, പിന്നെ നീ എന്തിനാ പേടിക്കുന്ന? എനിക്ക് ഓരോ അമ്മാവനെയും പേടിയില്ല മോളെ. അത് തെളിയിക്കാനാണോ സാർ ഈ രാത്രി ഇങ്ങോട്ട് വന്നത്? ഞാൻ എന്തെങ്കിലും തമാശ പറഞ്ഞെന്ന് വെച്ച് അത് സീരിയസ് ആയിട്ട് എടുക്കാൻ സാർ എന്താ കൊച്ചു കുട്ടിയാണോ? ഓ, നീ തമാശ പറഞ്ഞതാണോ? പക്ഷേ അതെൻ്റെ ആത്മാഭിമാനത്തിനെ തൊട്ടതുപോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് അത് ക്ലിയർ ചെയ്യണം എൻ്റെ ബാധ്യതയല്ലേ. എന്താ സാറി കാണിക്കുന്ന? ഇവിടെ നിന്ന് ഇത്ര ഉറക്കെ സംസാരിക്കരുത് പ്ലീസ്. ഇവിടെ നിന്ന് പോവോ? എനിക്ക് രാത്രി എത്തിരി സമാധാനമുള്ളത് അത് സാറായിട്ട് ഇല്ലാണ്ടാക്കരുത് പ്ലീസ്. ശരി, ഞാൻ നിൻ്റെ ചഞ്ചോട്ടിനേക്കാളും ബെറ്റർ ആണെന്ന് പറ, ഞാനങ്ങ് പോവാം. ഓ എൻ്റെ മഹാദേവ, ഇയാളത് എന്ത് ഭാവിച്ച്? ശരിയാ സാറ്, ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ആളാണ്, ഏറ്റവും നല്ല ധൈര്യശാലിയാണ്. എൻ്റെ സഞ്ചോട്ടൻ സാറിൻ്റെ ഏലയിലെത്തില്ല. പോരെ, ഇനി ഇവിടുത്തെ പൊക്കൂടെ? മതി മതി, ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി എൻ്റെ അടുത്ത് കളിക്കാൻ നിൽക്കരുത്, മനസ്സിലായല്ലോ? എന്നാൽ പിന്നെ മഹാദേവൻ പോട്ടെ മോളൂട്ടി. അല്ല, അങ്ങോട്ടാ പോകുന്നത്? ഞാൻ ഫ്രണ്ട് ഗേറ്റ് വഴിയാണ് വന്നത്, അവിടെ കൂടെ തന്നെ പോവാം. മണി 10 കഴിഞ്ഞു. അമ്മായി എപ്പോഴേ പൂട്ടിട്ടുണ്ടാവും. ഞാൻ ബാക്ക് ഗേറ്റ് കാണിച്ചാലും അവിടെ കൂടെ പൊക്കോ. എൻ്റെ പൊന്ന് സാറേ, ഒച്ച ഉണ്ടാക്കാതെ നടക്കാൻ അറിയില്ലേ? ഇവിടെ ആരും ഉറങ്ങിയിട്ടുണ്ടാവില്ല. പതുക്കെ നടക്ക് സാർ. ഞാൻ എന്താടി കള്ളനാണോ പതുക്കെ നടക്കാൻ? എന്നെ കൊണ്ടൊന്നും പറ്റില്ല. നീ എന്നെ വിളിച്ച് വരുത്തുമ്പോൾ ആലോചിക്കണമായിരുന്നു. വൺ മോർ ടൈം, എനിക്കാരെയും പേടിയില്ല. മിണ്ടാതിരിക്കാൻ ആരോ സൗണ്ട് കേൾക്കുന്നു. ഇങ്ങോട്ട് മാറും, വാ ഇങ്ങോട്ട്. ഈശ്വര, അതാരായിരിക്കും വരുന്നത്? മിണ്ടാതിരിക്കും പ്ലീസ്, മിണ്ടാതിരിക്കും. ഈശ്വര, അമ്മാവനാണെങ്കിൽ ഒക്കെ തീർന്നു. ഞാൻ ഇന്ന് ഈ വീട്ടിൻ്റെ പുറത്ത്. കൈ മാറ്റി കോപ്പൻ മാറ്റ. എനിക്കാരെയും പേടിയില്ല. നിൻ്റെ അമ്മാവനെ വിളിക്കും ഇങ്ങോട്ട്. നേർക്ക് നേരെ നിന്ന് ഞാൻ സംസാരിക്കും ആ മൊട്ടത്തലേനോട്. ഈശ്വര, ആരോ വരുന്നുണ്ടല്ലോ. നീ സ്വർഗണമാ. വാതിലടഞ്ഞൊരു സുഖമേ, ഇനി നിൻ മുഖമെങ്ങനെ കാണും? ദൂരെ മറഞ്ഞൊരു കുയിലേ, ഇനി നിൻ മൊഴി എങ്ങനെ കേൾക്കും? നീ പെയ്തു തീരാത്ത മഴയോ, നീ എന്നെ അറിയാത്ത പുഴയോ. സൗണ്ട് കേൾക്കുന്നില്ലല്ലോ. ആരും പുറത്തില്ലാന്ന് തോന്നുന്നു. ഇപ്പൊ തന്നെ ഇയാൾ എങ്ങനെയെങ്കിലും പുറത്താക്കണം. ശിവ, നീ എന്തിനെങ്ങനെ വേർക്കുന്ന? ശിവറയുന്നെന്താ? ഒന്നുമില്ലടാ, ഒന്നുമില്ല. സാർ എന്താ പോകുന്നില്ലേ? ഇവിടെ തന്നെ അങ്ങ് ഇരിക്കാൻ തീരുമാനിച്ചോ? ഒന്ന് ഇറങ്ങി പോ സാർ, ആരെങ്കിലും കാണും. ഞാൻ പോവുക. ഇനി ആരെങ്കിലും വരുന്നതിന് മുന്നേ ഒന്ന് പെട്ടെന്ന് പോ.
എങ്ങോട്ടാ പോവേണ്ടെന്ന് പറഞ്ഞ് എനിക്ക് വഴി പറഞ്ഞതാ. ഇതാ ആ വഴി സ്ട്രെയിറ്റ് പോകുമ്പോൾ ഒരു ചെറിയ ഇടവഴി കാണും, അതിൽ കൂടെ പോയാൽ ഒരു ഗേറ്റ് കാണും. ശരി, ഞാൻ പൊക്കോളാം. ഇയാൾക്ക് ജന്തു പറ്റി ഒരുമാതിരി വേറൊരു ടൈപ്പിലാണല്ലോ. ഇങ്ങനെയല്ലല്ലോ ഇങ്ങോട്ട് വന്നു കയറിയത്. അപ്പോൾ എൻ്റെ ഈശ്വര, എൻ്റെ ബോഡി എന്താ ഞാൻ പറഞ്ഞിട്ട് കേൾക്കാത്ത? എന്തൊരു ഹീറ്റാ, ഐ കാൺ കൺട്രോൾ. അപ്പോൾ ബട്ടൺസൊക്കെ ഊരിറിയട്ടെ. ഞാൻ ആ രാത്രി അങ്ങോട്ട് പോകാൻ പാടില്ലായിരുന്നു. ഛേ, നാളെ ക്ലാസ്സിൽ പോയാൽ ഞാൻ നമ്മളെ മുഖത്ത് എങ്ങനെ നോക്കും? ഒരു സാറാണെന്ന് പറയാൻ എനിക്ക് എൻ്റെ ഈശ്വര, ഞാൻ സാറിൻ്റെ മുഖത്ത് അങ്ങനെ നോക്കും? ഇന്നലെ വെപ്രാളത്തിൽ അങ്ങനെ ചെയ്തും പോയി. ഇനി എന്തൊക്കെ ഉണ്ടാവും? അല്ല, അമ്മയുടെ പാറക്കുട്ടി ഇവിടെ വന്ന് എന്താലോചിച്ച് നിൽക്കുക? അമ്മായി അത് എക്സാമൊക്കെ അടുക്കാറായില്ലേ, അതിനെപ്പറ്റി ചിന്തിക്കുമായിരുന്നു. എന്താ മോളെ, ടെൻഷൻ ഉണ്ടോ നിനക്ക്? നല്ല സുന്ദരിയായിട്ടുണ്ട് അമ്മായിയുടെ പാറക്കുട്ടി. സഞ്ജു പറഞ്ഞു വാർഷികമായിട്ട് സാരിയും ഷർട്ടും മുണ്ടും ഒക്കെയാണ് വേണ്ടതെന്ന്. ആ അമ്മായി, ഇന്ന് 3rd ഇയർ കൂടെ ആയതുകൊണ്ട് നമുക്ക് അവസാനത്തെ വാർഷികവും കൂടെ അല്ലേ, അതുകൊണ്ടാണ് പിന്നെ ഉടുക്കാന്ന് വിചാരിച്ച. നല്ല ഭംഗിയുണ്ട് കാണാൻ, കണ്ണു വയ്ക്കാതിരിക്കട്ടെ. വാ അമ്മായി, ബ്രേക്ക്ഫാസ്റ്റ് എടുത്തുതരാം, പെട്ടെന്ന് വാ. അമ്മ പറ, ഞാൻ ഇത്രയും പറഞ്ഞതിൽ അമ്മയ്ക്ക് എന്ത് മനസ്സിലായി? ഞാൻ കേട്ടതൊക്കെ അവൾ മോശമാണ്, ചീത്തയെന്നൊക്കെയാണ്. പക്ഷേ എൻ്റെ മനസ്സെപ്പോഴും അവളുടെ അടുത്ത് മിണ്ടാനും പോകാനും ഒക്കെ. ഞാൻ എന്ത് ചെയ്യാനമ്മ? ജിതിനും എല്ലാവരും പറയാം അവൾ നല്ല കുട്ടിയായിരുന്നു. പക്ഷേ എനിക്കെന്താ അമ്മ? മോനെ, നീ മനസ്സിലിട്ട് കുഴപ്പിക്കാതെ അമ്മ പറയുന്ന കേൾക്കോ. ആ കുട്ടിയെ പറ്റി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നന്നായിട്ട് പഠിക്കും, നല്ല സാമ്പത്തികമുണ്ട്, പിന്നെ ആ കുട്ടി എന്തിനാ അങ്ങനെയൊക്കെ പോകുന്നത്? മാത്രമല്ല അത് നീ ഒരാണിൻ്റെ അടുത്ത് സംസാരിക്കണ കണ്ടിട്ടുമില്ല. മോൻ്റെ തെറ്റിദ്ധാരണയെന്ന് അമ്മയ്ക്ക് തോന്നുന്നു. പിന്നെ ജിതിൻ, അവൻ എന്തിനാ കള്ളം പറയുന്നത്? അവൻ സത്യമല്ലേ പറയാറ്? മോൻ ഒരു കാര്യം മനസ്സിലാക്കണം, അവൾ തെറ്റുകാരിയല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ആ കുട്ടിയെടുത്ത് മാപ്പ് പറയണം. കാരണം ആരും സഹിക്കില്ലടാ. ശരിയമ്മ, തൽക്കാലം അച്ഛനോട് ഇതൊന്നും പറയണ്ട. ഞാനൊന്ന് അന്വേഷിക്കട്ടെ, എന്നിട്ട് പറയാം. ശരി, ഞാൻ കോളേജിൽ പോയി റെഡി ആവട്ടെ. ഞാൻ വന്നിട്ട് അമ്മേനെ ഫോൺ വിളിക്കാം. ബായ്. കോളേജിലോട്ട് കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ എൻ്റെ ഹാർട്ടൊക്കെ ബാൻഡും വെള്ളം നടത്തുകയാണല്ലോ. എന്തിനാ ഈശ്വര ഇങ്ങനെ? സാറൊന്ന് വരരുതേ, ക്ലാസ്സിൽ ഞാനിന്ന് കയറണോ? എനിക്കാണെങ്കിൽ എൻ്റെ പാറു, ഇവിടെ തന്നെ സ്റ്റേജോട്ട് നിൽക്കാനാണോ പരിപാടി? എന്താ ക്ലാസ്സിലോട്ടൊന്നും പോകണ്ടേ? അത് സഞ്ജോട്ട, ഞാനൊന്ന് വാഷ്റൂം വരെ പോയിട്ട് ക്ലാസ്സിൽ പോയിക്കോളാം. സഞ്ജോട്ടൻ സ്റ്റാഫ് റൂമിൽ പോയിട്ട് ക്ലാസ്സിൽ പോക്കോ. ഇതിനാണോ ഇവിടെ നിന്ന് പമ്മി കളിച്ച? പൊക്കോ, ഞാൻ പൊക്കോളാം. നേരെ ക്ലാസ്സിൽ പോണേ. എന്നിട്ട് ആ സഞ്ജോട്ട, ഞാൻ വാഷ്റൂമിൽ പോയിട്ട് നേരെ ക്ലാസ്സിൽ പോയിക്കോളാം. ഈശ്വര, വാഷ്റൂമിൽ തന്നെ ആദ്യം പോവാം, അതാ നല്ലത്. എൻ്റെ ഈശ്വര, ഈ പെണ്ണിനെ വെയിറ്റ് ചെയ്ത് നിന്ന് ഞാൻ മൂത്ത് നരച്ച് പോവേ ഉള്ളൂ. എന്തായാലും വരാന്തയിൽ നിൽക്കണ്ട, ക്ലാസ്സിലോട്ട് പോകും. ആരെങ്കിലും കണ്ടാ ഇനി അത് മതി. ആ ഇത് കൈ, സാറെന്താ ഈ ക്ലാസ് റൂമിൽ നിൽക്കുന്നത്? ആരെങ്കിലും കണ്ട? ആരും കാണില്ല, അതുകൊണ്ടല്ലേ വലിച്ച. അല്ല, സാരിയൊക്കെ കൊടുത്ത് സുന്ദരിയായിട്ടുണ്ടല്ലോ. വാർഷികത്തിന് കൊടുക്കണമെന്ന് സാറിന് അറിയാന്നുള്ളതല്ലേ, അതുകൊണ്ട് കൊടുത്തതാ. സാറും അടിപൊളിയായിട്ടുണ്ടല്ലോ. ഞാനല്ലെങ്കിലും അടിപൊളിയാ. അല്ല, പാറുവിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു അവിടെ. അവൾ വാഷ്റൂമിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അവളെ വെയിറ്റ് ചെയ്ത് ഇത്ര നേരം അവിടെ നിന്ന് 1/2 മണിക്കൂർ കൂടുതൽ ഞാൻ അവിടെ നിന്നിട്ടുണ്ടാവും. ഇങ്ങനെയുണ്ട് ഒരു പഞ്ച്വാലിറ്റി ഇല്ലാത്ത പെങ്ങള്. അതൊക്കെ പോട്ടെ മീനു, കല്യാണം കഴിഞ്ഞാൽ നീ സാരി അങ്ങ് ഫുൾ ടൈം ആക്കിക്കോ. എനിക്കൊത്തിരി ഇഷ്ടമായി ഈ സാരി. ഇതെന്താ സാറേ ഈ മുഖത്ത് ഈ കാണുന്ന കുറേ എക്സ്പ്രഷനും മിന്നി മാഞ്ഞ് പോകുന്നുണ്ടല്ലോ? അങ്ങനെ പലതും നീ കാണാൻ കിടക്കുന്നേ ഉള്ളൂ. സാറിതെങ്ങോട്ടാ ഇങ്ങോട്ട് കയറി വരുന്ന? സോറി, നീ ക്ലാസ്സിൽ പോക്കോ. ഒരു മിനിറ്റ്. ഇനി ഞാൻ ക്ലാസ്സിൽ പോട്ടെ. ക്ലാസ്സിൽ പോക്കോ. ഓ മൈ ഗോഡ്, അവൾ വന്നില്ല. സന്തോഷം. എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് വിചാരിക്കുമായിരുന്നു. അല്ല, അവളെ വീട്ടിലെന്തെങ്കിലും പ്രശ്നമായി കാണോ ഞാൻ പോയത്, അതുകൊണ്ടാണ് വരാത്തത്. അതെന്തെങ്കിലും ആവട്ടെ, പിന്നെ നോക്കാം. ഓക്കെ സ്റ്റുഡൻറ്റ്, എല്ലാവരും നോട്ട് എടുത്തോളൂ. എൻ്റെ ഈശ്വര, ക്ലാസ് കഴിഞ്ഞ് ഇനി കുറച്ച് നേരം കൂടെയല്ലേ ഉള്ളൂ. സാറ് ക്ലാസ്സിൽ വന്നിട്ടുണ്ടാവോ, പഠിപ്പിക്കുന്നുണ്ടാവോ? നോക്കിയാലോ. കണ്ടുപിടിക്കുന്നില്ല.
സംസാരിക്കുന്നതിനേക്കാളും ഇവിടെ നിന്ന് പതുക്കെ അങ്ങ് പോവുക. ഇനി നിൻ മൊഴി എങ്ങനെ കേൾക്കും നീ പെയ്തു തീരാത്ത മഴയോ നീ എന്നെ അറിയാത്ത പുഴയോ അവളല്ലേ അവിടെ നെറ്റി നോക്കുന്നത്? അപ്പോൾ അവൾ വന്നിട്ടുണ്ട്. മനഃപൂർവ്വം ക്ലാസ്സിൽ കയറാത്തതാണല്ലേ? ഓക്കെ സ്റ്റുഡൻറ്റ്, സി യു നെക്സ്റ്റ് ക്ലാസ്. ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഇത്ര പെട്ടെന്ന് അവിടെ പോയി അവള്. എടാ, ആ ശ്രീപാർവതി പോയതാണല്ലോ സാരിയെ കൊടുത്തു. എന്ത് സ്ട്രക്ചറാടാ! ഞാൻ ഇങ്ങനൊരു പെൺകുട്ടി ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല. എടാ, അവളെ മാത്രം നീ വെറുതെ വിടണം പ്ലീസ്. അവൾ എൻ്റെ പെണ്ണാടാ, പ്ലീസ്. അതിന് ഞാൻ അവളെ നോക്കുന്നു നിൻ്റെ അടുത്ത് ആരാ പറഞ്ഞ? നീ നോക്കിയാൽ തന്നെ അവൾ തിരിച്ചു നോക്കുന്നു എനിക്ക് തോന്നാനില്ല. അവൾ ഈ കോളേജിൽ ഇതുവരെ ഒരാളിനെ നോക്കി എനിക്കറിയില്ല. നീ നോക്കിക്കോ, അവൾ എന്നെ തിരിച്ച് സ്നേഹിക്കും, ഉറപ്പാ. ഇവനല്ലേ അന്ന് ആദ്യം ഞാൻ കോളേജിൽ വന്നപ്പോൾ അവളെക്കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞ? അപ്പോൾ എനിക്ക് ആൾ മാറിയതാണോ? അമ്മ പറഞ്ഞ പോലെ ആൾ മാറിയതാണെങ്കിൽ അവളോട് സോറി പറയണം. അവൾ എൻ്റെ അടുത്ത് ക്ഷമിക്കുമോ? എന്തായാലും വേണ്ടില്ല, അവളെ കാണണം. പക്ഷേ ഞാൻ എന്ത് ചെയ്യാനാ? അവൾ അങ്ങോട്ട് പോയപ്പോൾ ആ സാരി അങ്ങോട്ട് മാറിയപ്പോൾ ഏതാണ്ടൊക്കെ ഞാൻ കണ്ടു, അത്രയേ ഉള്ളൂ. ഇവന്മാർ പന്നിക്ക് സാരി കൊടുത്തില്ലെങ്കിൽ എന്താ ഉറക്കം വരില്ലേ? മര്യാദയ്ക്ക് സാരി കൊടുക്കാൻ അറിയില്ല. എൻ്റെ കയ്യിൽ നീ വന്ന് പെടും, കാണിച്ച് തരാം നിനക്ക് ഞാൻ. അങ്ങനെ ഈ ലാസ്റ്റ് ഇയറിൻ്റെ വാർഷികവും കഴിഞ്ഞു. ഇനി എന്നാടി മീനു നമ്മളിതുപോലെ ഒരുമിച്ച് ഒരു പരിപാടിയൊക്കെ പങ്കെടുക്കുന്ന? ഈ വർഷം കഴിഞ്ഞാൽ പിന്നെ എല്ലാം തീർന്നില്ലേ? അതിന് ഞാനങ്ങോട്ട് പോകുന്നു. ഞാൻ നിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും, നീ വിളിച്ച നിൻ്റെ വെളിപ്പുറത്ത്. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ നീ തുടങ്ങി എന്നുള്ള കാര്യം എനിക്കറിയാം, കൂടുതലൊന്നും പറയണ്ട. പിള്ളേരെ, നിങ്ങൾക്ക് പ്രാക്ടീസ് ഒന്നുമില്ലേ? പാറു സ്റ്റാഫ് റൂമിൽ നിന്ന് സഞ്ജയ് സാറിനെ വിളിച്ചിട്ട് വാ. മീനാക്ഷി പൊക്കോ, അവൾ വന്നോളൂ. ശരി മീനു, ഞാൻ പോയി സഞ്ജയ് ഏട്ടനെ വിളിച്ചിട്ട് തരാം. നീ പ്രാക്ടീസ് റൂമിൽ പൊക്കോ. ആ ശരിയടാ. സഞ്ജയ് ഏട്ടൻ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ടോയ്ലറ്റിൽ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഒരു കാര്യം ചെയ്യും, ക്ലാസ്സിൽ പോയി ബാഗ് അടിച്ചിട്ടുമ്പോഴത്തേക്ക് സഞ്ജയ് ഏട്ടൻ ടോയ്ലറ്റിൽ നിന്ന് പുറത്തിറങ്ങും, അപ്പം പറയാം. ഇവിടെ വാടി. നീ എന്തിനാ സാരി ഉടുത്തത്? അതും ഇങ്ങനെ എന്തിനാ സാരി ഉടുത്തിട്ട് കോളേജിൽ വന്നത്? സാർ എന്തൊക്കെ കാണിക്കുന്ന? വിട്, ഇല്ലെങ്കിൽ ഞാൻ ഒച്ച ഉണ്ടാക്കും. എന്നാ നീ ഒന്ന് ഒച്ച ഇടറി, ഞാൻ കേൾക്കട്ടെ നിന്റെ ഒച്ച. ആരെങ്കിലും ഉണ്ടാച്ചിരുന്നോളാം, പറഞ്ഞു മനസ്സിലായി. ഇനി മേലെ ഇങ്ങനെ സാരി ഉടുത്തിട്ട് വന്ന മറക്കണ്ടൊക്കെ മറച്ച് വെച്ചിട്ട് ഉടുത്തിട്ട് വന്നോണം, പറഞ്ഞു മനസ്സിലായല്ലോ കോപ്പേ. അതെൻ്റെ അടുത്ത് പറഞ്ഞാൽ പോരെ? എന്തിനാ സാർ ഇതൊക്കെ ചെയ്യാൻ നിൽക്കുന്ന? ഞാൻ ചെയ്യില്ലായിരുന്നോ? പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് തോന്നി, അതുകൊണ്ടാണ് ചെയ്തത്. അല്ല, നീ എന്തിനാ ഈ ടൈം സ്റ്റാഫ് റൂമിൽ വന്നത്? സഞ്ജോട്ടിനെ വിളിക്കാൻ വേണ്ടി വന്നതാ. ഇവിടെ സഞ്ജോട്ടനില്ല, എന്നാൽ ഞാൻ പോവാ പ്രാക്ടീസിന്. ശ്രീപാർവതി, നിൽക്ക് ഒരു മിനിറ്റ്. നാളെ കോളേജ് ലീവല്ലേ? നീ അമ്പലത്തിൽ വരണം. ആ താലി ഇനി നിൻ്റെ കഴുത്തിൽ വേണ്ട, അത് ഞാൻ ഊരിയെടുക്കാൻ പോവാ. ഇനി എൻ്റെ ഈ താലി നിൻ്റെ കഴുത്തിൽ വേണ്ട. ആ, ഞാൻ നാളെ അമ്പലത്തിൽ വന്നോളാം. ഇപ്പം ഞാൻ പോട്ടെ, എനിക്ക് പ്രാക്ടീസ് ഉണ്ട്, ഞാൻ പോവാ. സ്റ്റോപ്പ് ഇറ്റ്. എത്ര നേരമായിട്ട് ഞാൻ ഈ പാട്ട് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ ഈ ബഹളം കാരണം എനിക്കൊന്നിനും പറ്റുന്നില്ല. പിന്നെ എന്തിനാണ് ഞങ്ങളുടെ ഈ റൂമിലോട്ട് കൊണ്ടുവന്ന? ഈ അയപ്പ് കേൾക്കാനാണോ? സഞ്ജോട്ട, ഞാൻ പുറത്തിരുന്ന് പ്രാക്ടീസ് ചെയ്തോളാം. ഞാൻ എന്തായാലും ഇനി ഇവിടെ ഇരിക്കുന്നില്ല. എനിക്ക് ഈ സംസാരത്തിനിടയിൽ പാട്ട് പഠിക്കാനൊന്നും പറ്റില്ല. ഞാൻ പോവാ. ഇറ്റ്സ് അൺസഹിക്കബിൾ. അത് നമ്മുടെ പാവ തന്നെയാണോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവക്കിതെന്താ പറ്റിയ? ഇവിടെ വരുന്നവരെ കുഴപ്പമില്ലായിരുന്നല്ലോ. അവൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെടാറുണ്ട്. സാരമില്ല, നിങ്ങൾ പ്രാക്ടീസ് ചെയ്തോ, ഞാൻ അവളടുത്ത് പോയി ശരിയായിക്കോളാം. എൻ്റെ മഹാദേവ, എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്ന? 2 ദിവസം എൻ്റെ നെഞ്ചിൽ ചേർന്ന് നടന്ന ഈ താലി നാളെ സാറ് ഊരി മാറ്റാൻ പോവാന്ന് പറഞ്ഞപ്പോൾ എന്തിനാ എൻ്റെ മനസ്സിലൊരു കല്ലെടുത്ത് വെച്ച പോലെ ഭാരം തോന്നുന്നത്? എനിക്ക് സ്വന്തമല്ലേ ഈ താലി? പാറു, നിനക്ക് വിശക്കുന്നുണ്ടോ? വിശക്കുന്നോ? എന്താ അങ്ങനെ ചോദിക്കാൻ? പിന്നെ എന്തിനാ സഞ്ജോട്ട പാറക്കുട്ടി ഇത്രയും പൊട്ടിത്തെറിച്ചത്?
ആ എനിക്ക് വിശക്കുന്നുണ്ട്. ഒരു ചിക്കൻ ബിരിയാണി വാങ്ങിത്തരുമോ ഇപ്പം തന്നെ? പാറു, ചിക്കൻ ബിരിയാണി വീട്ടിലറിഞ്ഞ പ്രശ്നമാവും. വെറുതെ അല്ല, നിങ്ങൾ പേടിത്തോണ്ടൻ തന്നെ. സഞ്ജോട്ടൻ പക്ക പേടിത്തോണ്ടനാ. ആരടി പേടിത്തോണ്ട? ആരാ വന്ന്? സഞ്ജോട്ടൻ തന്നെ പേടിത്തോണ്ടൻ, എനിക്കറിയാം. ഞാനാണോ? ബെസ്റ്റ്. ഇപ്പം എങ്ങനെ ഇരിക്കണേ രണ്ടെണ്ണവും? എന്താടി പറ്റി? ഒന്നുമില്ല സഞ്ജോട്ടൻ.